മലയാളത്തിലെ വർത്തമാനകാല സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ഗംഭീരമായ അത്ഭുതകരമായ വൈവിധ്യമാണ്. ലോകത്തിൻ്റെ വിവിധ മൂലകളിൽ, വിവിധ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവങ്ങളെ വാസ്തവത്തിൽ ചരിത്രവൽക്കരിക്കുകയും അവയെ മലയാളി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവയെ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അവയുടെ ഒരു പശ്ചാത്തലത്തിൽ മലയാളി ജീവിതത്തെ പ്രതിഷ്ഠിക്കുകയും വർത്തമാനകാല കേരളത്തിൻ്റെ സമസ്യകളുമായി അവ ബന്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒട്ടേറെ കൃതികൾ നമ്മൾ ഇതിനകം ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൽ 15-ാം നൂറ്റാണ്ടിനോ അതിനു മുമ്പോ ഇറ്റലിയിലെ നവോത്ഥാന കാലത്ത് ചരിത്രത്തിൽ എങ്ങനെ ഒരു മലയാളി ഒരു കുരുമുളക് വ്യാപാരി എത്തിച്ചേർന്നു എന്നുള്ള ടി ഡി രാമകൃഷ്ണൻ്റെ നോവൽ, ഫ്രാൻസിസ് സിറ്റിക്കോരയുടെ സംബന്ധിച്ച കഥ. അതോടൊപ്പം നമ്മൾ കണ്ടത് പൗരാണിക ഇതിഹാസങ്ങളുടെ ലോകത്ത് നിന്ന് ആധുനിക കേരളത്തെ, ആധുനിക മലയാള ജീവിതവുമായിട്ട് പല രീതിയിൽ രാഷ്ട്രീയമായും സാമൂഹ്യമായും ലിംഗപരമായി ഒക്കെയായി ബന്ധപ്പെടുത്തുന്ന അത്രേകം പോലെ രാജശ്രീയുടെ കൃതി, കെ ആർ മീരയുടെ ഒരു 10-20 തലമുറകൾ, ആരാച്ചാരന്മാരുടെ തലമുറകൾ, കൽക്കറ്റയിൽ കഴിഞ്ഞ ആരാച്ചാരന്മാരുടെ തലമുറയെക്കുറിച്ചുള്ള ഒരു നോവൽ. അതിൽ മലയാളി ജീവിതമില്ല. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഈ പട്ടികയിൽ വന്ന, മലയാള മനോരമയുടെ പട്ടികയിൽ വന്ന ഒരു നോവൽ, പ്രമുഖ എഴുത്തുകാരനും സാഹിത്യകാരനും പത്രപ്രവർത്തകനും ഒക്കെ ആയിരുന്ന GR ഇന്ദുഗോപൻ്റെ ആനോ ആണ്. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റും ഒക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിന്റെ ധൈര്യം. വാസ്തവത്തിൽ മനുഷ്യരുടെയും അല്ലെങ്കിൽ വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ചരിത്രവും കഥയും ഒക്കെയാണ് പല നോവലുകളിലും കാണുന്നതെങ്കിൽ ഇതൊരു ആനയുടെയും ഒരു ആനക്കാരൻ്റെയും കഥയാണ്. അത് കേരളത്തിൽ നിന്ന് 16-ാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കാനായി ഒരാന പോകുന്നു. ആ ആനയുടെ പാപ്പാൻ ആയ ചീരൻ, ആ ചീരൻ്റെ കഥയാണ്. ചീരൻ്റെയും ആനോ എന്ന് വിളിക്കപ്പെട്ട ആനയുടെയും കഥയാണ്. ഇത് വാസ്തവത്തിൽ ചരിത്ര നോവലാണ്. ഇതിലേതാണ്ട് 90% ചരിത്രം തന്നെയാണ്. ഈ കഴിഞ്ഞ 4-5 നൂറ്റാണ്ടുകളുടെ ചരിത്രം, യൂറോപ്പിൻ്റെ ചരിത്രം, കൊളോണിയലിസത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ഒരു സമാന്തരമായിട്ടുള്ള ചരിത്രം, ഇതെല്ലാം കൂടിക്കുഴയുന്ന വളരെ അത്ഭുതകരമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന ഒരു കൃതിയാണ്. ഒരാന എങ്ങനെ, ഇതെല്ലാം നടന്ന കാര്യമാണ്. അതായത് പോർച്ചുഗലിൻ്റെ രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ ലിയോ 10 എന്ന അന്നത്തെ മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കാൻ ഒരാനയെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഒരു ആൽബിനോ ആന, അതായത് ഒരു വെള്ളാനയാണ്, വെളുത്ത നിറത്തിലുള്ള ആന. ആ ആനയെ കുട്ടിയാന, ആ കുട്ടിയാനയും കൊണ്ട് ഒരു ചെറുപ്പക്കാരനായ പാപ്പാൻ ചീരൻ പോകുന്നു. പിന്നെ ലോക ചരിത്രത്തിലെ വളരെ പ്രശസ്തരായ വിഖ്യാതരായ സംഭവങ്ങളുമായും മനുഷ്യരുമായും ഇടപഴകിയ ചീരൻ്റെ കഥയാണ്. അതിൽ മാനുവൽ രാജാവുണ്ട്, ലിയോ 10 മാർപ്പാപ്പയുണ്ട്, പ്രശസ്തരായ വിഖ്യാതരായ ചിത്രകാരായ ലിയനാർഡോ ഡാവിഞ്ചിയുണ്ട്, മൈക്കൽ ആഞ്ചലോ ഉണ്ട്, റഫേലുണ്ട്, മെഡിച്ചി കുടുംബത്തിലെ ചില പ്രമാണികളുണ്ട്. ഇങ്ങനെ ഒരുപാട്, അതായത് പ്രത്യേകിച്ച് നവോത്ഥാന കാലഘട്ടത്തിലെ, യൂറോപ്യൻ നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകാരും ഇവരുമായിട്ടൊക്കെ പരസ്പരം ബന്ധപ്പെടുകയാണ്. ഈ ബന്ധങ്ങൾ ഒരുപക്ഷെ ഇന്ദുഗോപൻ്റെ ഭാവനയാകാം. ആന പോയതും ആനയെ കൊണ്ടുപോയതും ഒരു ആനക്കാരൻ കൂടെ പോയതും ഒക്കെ ചരിത്രമാണെങ്കിലും ആ ആനക്കാരൻ്റെ കഥ ആണ്, ആ ചരിത്രത്തിൻ്റെ മുകളിലാണ് ഇന്ദുഗോപൻ്റെ ഭാവന ചിറങ്ങിയിരിക്കുന്നത്.
ഈ ആനയുടെ ചിത്രം ആനോ എന്ന് വിളിച്ചതും കേശവൻ എന്ന നാട്ടുപേരും അവിടെ ചെന്നപ്പോൾ ആനോ എന്ന് വിളിക്കപ്പെട്ട ഈ ആന വാസ്തവത്തിൽ ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ കലാചരിത്രത്തിൻ്റെ ഭാഗമായത് റാഫേൽ ആനയെപ്പറ്റി വരച്ചിട്ടുണ്ട്. ആ ആനയുടെ ഒരു ശില്പം ഇപ്പോഴും റോമിലുണ്ട്. ആ ആനയെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ധാരാളമുണ്ട് ചരിത്രത്തിൽ. പക്ഷേ ആനക്കാരൻ്റെ കഥ അതാണ് ഇന്ദുഗോപൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ആനക്കാരൻ അവിടെ ഒരു വലിയ ആനയെ മെരിക്കാൻ കഴിയുന്ന ആളെന്നുള്ള ഒരു സാഹസികനാണ്. അതോടൊപ്പം അദ്ദേഹം ഒരുപാട് സ്ത്രീകളുടെ ഹൃദയം കവരുന്ന ഒരു യുവ കോമളനാണ്. റാഫേലിൻ്റെ കാമുകിയായ മാർഗരറ്റ് ലൂട്ടി ഈ ചീരൻ്റെ കാമുകിയാവുന്നു. ഇസബെല്ല പ്രഭുവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതിങ്ങനെ, പക്ഷെ വാസ്തവത്തിൽ ഇദ്ദേഹം ഈ ചീരനെ ഒരു ചാവേർ പടയാളിയായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതായത് കൊളോണിയലിസത്തിൻ്റെയും പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെയും കെടുതികൾ കേരളത്തിൽ അനുഭവിച്ച മനുഷ്യർ സംഘം ചേർന്ന് മാനുവൽ രാജാവിനെ കൊല്ലാനാണ് ഈ ചീരനെ പറഞ്ഞു വിടുന്നത്. അത് ചീരൻ പോലും അത് പൂർണ്ണമായും മനസ്സിലാക്കിയൊന്നുമല്ല. പക്ഷേ അതിന് അദ്ദേഹം പുറപ്പെട്ട് പോകുന്നു. ആ യുവാവ് അവിടെ പോയി അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമം കൊലപാതകത്തിൽ അല്ലെങ്കിൽ മാനുവൽ രാജാവിനെ കൊല്ലാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോവൽ വായിച്ചാൽ മനസ്സിലാവും. അതെങ്ങനെ ഈ ചരിത്രത്തെ, നമ്മുടെ ഈ കൊളോണിയൽ ചരിത്രത്തെ അല്ലെങ്കിൽ ലോക ചരിത്രത്തെ ഒക്കെ ഏറ്റവും വിശദമായ സമഗ്രമായ ഗവേഷണം നടത്തിയാണ് ഇന്ദുഗോപൻ ഈ കഥ മെനഞ്ഞിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഇന്ദുഗോപൻ ഈ പുസ്തകം രചിക്കുന്നതിനുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട്, ഒരു പ്രചോദനമായി സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന് മാർപ്പാപ്പയുടെ ആന, പോപ്സ് എലിഫന്റ് എന്ന് പറഞ്ഞ പുസ്തകം. സിൽവിയോ ബെദനി എന്ന അമേരിക്കൻ ചരിത്രകാരൻ, അദ്ദേഹം വളരെ പ്രശസ്തനാണ്, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച ആളാണ്. സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യൂറേറ്ററായിരുന്ന ആളാണ്. ഡാവിഞ്ചിയുടെ പേരിലുള്ള സമ്മാനം നേടിയ ആളാണ്. അദ്ദേഹം 97 എഴുതിയ പോപ്സ് എലിഫന്റ്, അതായത് ഇത് തന്നെയാണ് കഥ. ലിയോ 10 എന്ന മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ആനയെ സമ്മാനമായി ലഭിച്ചതിനെ തുടർന്ന് ആ ആനയുടെ യാത്ര, ആനയുടെ ജീവിതം, ആ ആനയുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം. ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ രാഷ്ട്രീയ ചരിത്രമുണ്ട്, സഭയുടെ ചരിത്രമുണ്ട്, കത്തോലിക്ക സഭയും പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ആ പ്രസ്ഥാനവുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ കഥയുണ്ട്. ഇവിടെയൊക്കെ ഈ ആന ഒരു ദൃക്സാക്ഷിയോ അതിലേക്ക് അതിൻ്റെ ഭാഗമോ ഒക്കെയാണ്. അതൊന്ന്. രണ്ടാമത്തെ പുസ്തകം സറമാഗു എന്ന പ്രശസ്തനായ സാഹിത്യകാരൻ എഴുതിയ ആൻ എലിഫൻസ് ജേണി. ആ പുസ്തകം അതും ഇത് ഇങ്ങനെ 16-ാം നൂറ്റാണ്ടിലെ മാനുവൽ രാജാവ് ഒരു ഇടപ്രഭുവിന് ഒരു ആനയെ സമ്മാനം നൽകിയതിൻ്റെ, ആ ആനയെ ഇന്ത്യൻ ആനയാണ്, ഒരു പക്ഷേ ദക്ഷിണേന്ത്യൻ ആനയാവാം. കാരണം ആ ആനക്കാരൻ്റെ പേര് സുബ്രു എന്ന, സുബ്രഹ്മണ്യൻ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരായ സുബ്രു ആവാം. പക്ഷേ അത് ഈ 2 പുസ്തകങ്ങളും ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആധാരമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് ഇന്ദുഗോപൻ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവർ പറയാത്ത കഥ ഈ ചീരൻ്റെ കഥയാണ്. ഈ ചീരൻ്റെ അനുഭവങ്ങളുടെ എൻ്റെ ഭാവനയിലൂടെ ഇന്ദുഗോപൻ സൃഷ്ടിച്ച ഈ ഒരു സാഗ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഐതിഹാസിക ഏതാണ്ട് തലങ്ങളുള്ള ഈ പുസ്തകമാണ്. ഇതിലൂടെ വരുന്നത് ഈ ആനയുടെയും ഒരു ആനക്കാരൻ്റെയും, ഒരു സാധാരണക്കാരനായ ആനക്കാരൻ്റെയും കഥയിലൂടെ പറയുന്നത് ചരിത്രമാണ്, കൊളോണിയലിസമാണ്, വർഗങ്ങളുടെ സംഘർഷങ്ങളുണ്ട് അതിനകത്ത്, അടിമത്തത്തിൻ്റെ ഭീകരതയുണ്ട് അതിൽ. കേരളം, അല്ലെങ്കിൽ അന്ന് കേരളമല്ല, അന്ന് ഈ പ്രദേശത്തെ ഇവിടെ ഉണ്ടായ ഈ ജാതി ഐത്തത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ കഥയുണ്ട്. ഇങ്ങനെ ചരിത്രവും അതിലെ സംഘർഷങ്ങളും എങ്ങനെ ഒരാനയിലൂടെയും ഒരാനക്കാരനിലൂടെയും പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൻ്റെ എല്ലാ അതിൻ്റെ വസ്തുതകളെല്ലാം ഉണ്ട്, അതിൻ്റെ ചിത്രങ്ങളുണ്ട്, ഇതിനകത്ത് അതിൻ്റെ ഭൂപടങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരു എല്ലാ അർത്ഥത്തിലും ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് വിളിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ധാരയാണ്. ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും ശക്തമായ, ഏറ്റവും സമ്പന്നമായ ഒരു സാഹിത്യധാരയാണിത്. ഏതാണ്ട് സാഹിത്യമൊക്കെ ആരംഭിക്കുന്ന കാലം മുതൽ, ഹോമറിൻ്റെ ഇലിയഡ് മുതൽ ഉള്ളത് ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, ചരിത്ര നോവൽ എന്ന് വിളിക്കാവുന്ന പുസ്തകങ്ങളാണ്. പ്ലേറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ്റെ ഒരു പ്രാഥമിക അല്ലെങ്കിൽ ഒരു തലതൊട്ടപ്പനാണെന്ന് പറയുന്നുണ്ട്. ആധുനിക കാലം എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലാണ് ആധുനിക കാലത്തെ ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ്റെ ഒരു വലിയ കടന്നുവരവ്. അതിൽ സർ വാൾട്ടർ സ്കോട്ട് അതിൻ്റെ ഒരു
പ്രധാനപ്പെട്ട എൻ്റെ തുടക്കക്കാരനാണെന്ന് പറയുന്നു. അതിനുശേഷം ബൽസാക്ക്, വിക്ടർ ഹ്യൂഗോ, ടോൾസ്റ്റോയി, ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരെല്ലാം ചരിത്രത്തെ കാൽപ്പനികതയുമായി, ചരിത്ര വസ്തുതകളെ, ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഉപജീവിച്ച് ഒരു ഭാവന എങ്ങനെ വിടരുന്നു, ആ ഭാവനയിലൂടെ എങ്ങനെ ഒരു പുതിയ ഒരു ലോകം സൃഷ്ടിക്കുന്നു, ചരിത്രവും വർത്തമാനവും ഭാവനയും എല്ലാം കലർന്ന ഇതൊരു വളരെ ഇന്ന് ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ വരുമ്പോഴേക്കും നമ്മൾ മലയാളത്തിലാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിലെ സി രാമപിള്ളയുടെ പ്രശസ്തമായ കൃതികൾ ഇതിൻ്റെ ഭാഗമാണ്. മാർത്താണ്ഡവർമ്മ മുതലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് വിളിക്കുന്ന ആ ഗണത്തിൽപ്പെടുന്നതാണ്. 21-ാം നൂറ്റാണ്ടിലും ഇന്ന് ഇൻഡോ ആംഗ്ലിയൻ സാഹിത്യത്തിൽ അമിതാവ് ഘോഷിനെ പോലെയുള്ളവർ ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ്റെ വലിയ വക്താക്കളാണ്, പ്രയോക്താക്കളാണ്. സൽമാൻ റഷ്ദിയുടെ പ്രധാനപ്പെട്ട പുസ്തകം ഇങ്ങനെ ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഭാവന നെയ്യുകയും ആ ചരിത്രത്തിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ മനുഷ്യവംശത്തിൻ്റെയോ, ഇതിനകത്ത് മനുഷ്യനല്ല, ഇതിനകത്ത് ആനയുടെ കഥയാണ്, ആ വംശത്തിൻ്റെ കഥയെ ആധുനിക കാലത്തെ സമസ്യകളുമായും പ്രശ്നങ്ങളുമായും മൂല്യവ്യവസ്ഥയുമായും ഒക്കെ ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പറയുന്നത്. ഇപ്പോൾ ഈ മലയാളത്തിൽ ഈ സമീപകാലത്ത് വന്നതിനകത്ത് ഇതിനകം നമ്മൾ ചർച്ച ചെയ്ത മിക്കവാറും എല്ലാ പുസ്തകങ്ങളും, എല്ലാ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അതിൽ ചരിത്രത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഭാവന, അതിൽ ആഗോള ചരിത്രം മാത്രമല്ല, കേരളത്തിൻ്റെ കഴിഞ്ഞ 10-70 വർഷത്തെ ചരിത്രം ആണ് മനുഷ്യനാമുഖത്തിൽ സുഭാഷ് ചന്ദ്രൻ പറയുന്നത്. സൂസന്നയുടെ പുസ്തകം എന്ന് പറയുന്നത് ആഗോള സാഹിത്യത്തിൻ്റെ ഒരു 10-4-5 നൂറ്റാണ്ട് പഴക്കമുള്ള ആഗോള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കൃതികളും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുമായി ഒരു മലയാളി ജീവിതം എങ്ങനെ ഇടകലരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ്. ഇതെല്ലാം ഈ കഥകളുടെയൊക്കെ പ്രത്യേകത ഈ ആധുനിക കാലത്തെ അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ആധുനിക കാലത്തേക്ക് അത് ബന്ധപ്പെടുത്തുകയും വളരെ തീവ്രമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു ധാരയായി മാറുന്നത് ഈ ചരിത്രത്തെ വർത്തമാനകാലവുമായി അതിനെ ഇണ ചേർക്കുമ്പോഴാണ്. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിന്റെ ധൈര്യം. അങ്ങനെയുള്ളൊരു പുസ്തകമാണ് ഇന്ദുഗോപൻ്റേത്. ഇതിനകം വളരെയധികം വിറ്റുപോയി. ഇതും സാമാന്യം വലിയ നോവലാണ്, 300-ലേറെ പേജുണ്ട്. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തുടർച്ചയായി വന്ന നോവലാണ്. ഈ ഒരാനയുടെ കഥയിലൂടെ ലോകത്തിൻ്റെ കഥ, ചരിത്രം, നവോത്ഥാനത്തിൻ്റെ കഥ. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ ചീരൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശിഷ്യനായിട്ടാണ് ഇന്ദുഗോപൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടവുമായിട്ട് ഒരു 16-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട്, പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിലെ ലോകം അങ്ങ് ഇറ്റലി മുതൽ ഇങ്ങ് കേരളം വരെ നീളുന്ന ഒരു പട്ടുനൂല് കൊണ്ടാണ് ഈ ചരിത്രത്തെ മുഴുവൻ അദ്ദേഹം നെയ്തിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്. ചരിത്ര പുസ്തകങ്ങളുടെ ചരിത്ര നോവലുകളുടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, ചരിത്രം ഒരു കടൽ പോലെ നമ്മുടെ മുമ്പിൽ അങ്ങനെ വിശാലമായി കിടക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് എടുക്കേണ്ടി വരിക, അതിലെന്തൊക്കെയാണ് ഏറ്റവും പ്രസക്തമായവ എന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും നമ്മൾ എഴുതുന്ന ആ നോവലിൻ്റെ, ആ കൃതിയുടെ കേന്ദ്രവുമായി അതിനെ മുറുക്കി ചേർക്കുക എന്ന് പറയുന്നൊരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി GR ഇന്ദുഗോപൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥൂലത എന്നുള്ളൊരു ആരോപണം ഈ പുസ്തകം പലപ്പോഴും നേരിട്ടുണ്ട്. പക്ഷേ ആ നേരിടുമ്പോഴും ഒരു സംശയമില്ലാതെ പറയാവുന്നത് ഈ പുസ്തകത്തിൻ്റെ സവിശേഷമായ സ്ഥാനമാണ് മലയാള സാഹിത്യ ചരിത്രത്തിൽ. ഒരു സംശയവുമില്ല, അത് ഏറ്റവും അർഹിക്കുന്ന ഒന്നാം നിരയിൽ തന്നെ ഇതിനും നമ്മുടെ സമീപകാല പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിട്ടുണ്ട് ഇത് എന്നുള്ളതിനെപ്പറ്റി നിസ്സംശയം പറയാം.